മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. എൻ്റെ പേര് സുചിത്ര വിശ്വേശ്വരൻ. ഞാൻ ഒരു മോഹിനിയാട്ടം ഡാൻസറാണ്. മോഹിനിയാട്ടം ഡാൻസറാണെങ്കിൽ കൂടി ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്. ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും കുറേ ശിഷ്യകളുമുണ്ട്. പിന്നെ ഈ നൃത്തത്തിലേക്ക് ഞാൻ വന്നത് ഒരു 4 വയസ്സ് മുതൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം 4 വയസ്സിലൊക്കെ ചെറിയ ഡാൻസുകൾ, അതായത് ഫോക്ക് ഡാൻസ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, ഏറ്റവും മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കാളിയമർദ്ദനായിരുന്നു. കാളിയമർദ്ദനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഒരു ഐറ്റം ഉണ്ടായിരുന്ന കുട്ടിക്കാലത്ത്. നിലമ്പൂരുള്ള ഒരു ഇന്ദ്രാണി വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു ടീച്ചറെ അടുത്ത് ആദ്യം പഠിച്ചേ. അപ്പോൾ ഞങ്ങൾക്ക് വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടാവാറില്ല. ടീച്ചറുടെ വീട്ടിൽ താമസിച്ച് നിറച്ച് പ്രോഗ്രാംസും. ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷകാലമാണ്. കുറേ ഫ്രണ്ട്സും ഞങ്ങളുടെ ഏജായ കുറേ പേര് എല്ലാവരുമായി ഓർക്കസ്ട്ര എല്ലാവരും കൂടിയായിട്ട് പ്രോഗ്രാംസിന് പോവുക. അങ്ങനത്തെ ഒരു കുട്ടിക്കാലമായിരുന്നു. പിന്നെ ഒരു 6th എത്തിയപ്പോഴേക്കാണ്, ഞങ്ങളുടെ നാട് മഞ്ചേരിയാണ്. അപ്പോൾ മഞ്ചേരിയിൽ ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ബേസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6th പഠിക്കുമ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് വന്നൊരു കലാമണ്ഡലം സരോജിനി പറഞ്ഞിട്ടൊരു ടീച്ചറെ അടുത്ത് ആദ്യമായിട്ട് ഭരതനാട്യം തുടങ്ങി. മഞ്ചേരിയിലെ ഫസ്റ്റ് സ്റ്റുഡൻറ്റും ഞാനായിരുന്നു. അങ്ങനെ ഭരതനാട്യത്തിൽ കുറച്ച് ഐറ്റംസൊക്കെ പഠിച്ചു. ഒരു കച്ചേരി പോലത്തെ ഒരു സമ്പ്രദായത്തിൽ കുറച്ച് ഐറ്റംസ് പഠിച്ചു. ടീച്ചർ വെള്ളിയാഴ്ച വീട്ടിൽ വരും, ശനിയും ഞായറും ക്ലാസ് എടുത്തിട്ട് ഞായറാഴ്ച തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കോളേജിലെത്തി. കോളേജ് വരെ ഡാൻസ് കൊണ്ടുപോയിരുന്നു. കോളേജ് കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 വർഷത്തേക്ക് വലിയൊരു ഗ്യാപ്പ് വന്നു. കുട്ടികളും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് റിഫൈനറിയിൽ വർക്ക് ചെയ്യണേ. അപ്പോൾ റിഫൈനറിയിൽ 2-3 പ്രോഗ്രാംസ് ഇങ്ങനെ കേട്ടറിഞ്ഞിട്ട് പറഞ്ഞ് അങ്ങനെ ചെയ്യാണ്ടായി. പിന്നെ കുട്ടികളുടെ വളർച്ച, അവരെല്ലാവരും ചെറിയ കുട്ടി കൂടി സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് വീണ്ടും മോഹിനിയാട്ടം സ്റ്റാർട്ട് ചെയ്തു. അതിവിടെ തൃപ്പൂണിത്തുറയിലാണ് ഇപ്പോൾ ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കണേ. തൃപ്പൂണിത്തുറയിലുള്ള കലാവിജയൻ എന്ന് പറഞ്ഞ ടീച്ചറെ അടുത്ത് രണ്ടാമത് തുടങ്ങി. ടീച്ചറെ അടുത്ത് മോഹിനിയാട്ടം തുടങ്ങി. കുറച്ച് ഭരതനാട്യവും ഇടയ്ക്ക് പഠിച്ചിരുന്നു. അങ്ങനെ മോഹിനിയാട്ടത്തിലൊരു എന്താണ് മോഹിനിയാട്ടം എന്നുള്ളതും മോഹിനിയാട്ടത്തിലത്തെ കുറേ പുതിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കുറേ വിവരം എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. അങ്ങനെ ഒരു കച്ചേരി നടത്താമെന്നുള്ള ഒരു ശ്രമത്തിനിടയ്ക്കാണ് എനിക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് വരികയാണ്. മുട്ടിൻ്റെ തേയ്മാനം വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ഡാൻസേ പറ്റില്ല എന്ന്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഇനി ഡാൻസ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തോ നഷ്ടപ്പെട്ട പോലെയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ശരി, നമ്മൾക്ക് ഏറ്റവും വലിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ എൻ്റെ ഫാമിലി ആയിരുന്നു. അപ്പോൾ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാമെന്നല്ലാണ്ട് ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ അത് മാറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും നിർത്തിയ പോലെയായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര വിഷമവും, ഡാൻസ് കളിക്കാൻ പറ്റില്ല, കച്ചേരി നടത്താൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം എല്ലാം ആയപ്പോൾ നാരായണീയം ദിവസവും ഓരോ അധ്യായം വെച്ചിട്ട് വായിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ദശകങ്ങൾ ഓരോ ദിവസം വായിച്ച് അങ്ങനെ 100ാമത്തെ ദശകം എത്തിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, ഇങ്ങനെ ഉൾവിളിയെന്നാണോ, ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഒരു തോന്നലുണ്ടായി. ആ കേശാദിവാദം എന്നുള്ള ഒരു 100ാമത്തെ ദശകമാണ്. അതൊന്ന് മോഹിനിയാട്ടത്തിൽ ചെയ്യാൻ പറ്റും എന്ന് വെറുതെ ഒരു തോന്നൽ വന്നു. അങ്ങനെ അതിൻ്റെ ഒരു ശ്രമം നോക്കി ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തിയാണ്. പിന്നെ ഭക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും സംസാരിക്കുക ഉണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കൊരു 5 മിനിറ്റ് ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെയ്യണം എന്നുള്ളത്. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും വലിയൊരു സ്വപ്നമാണ് ആ ഒരു സ്റ്റേജ്. അങ്ങനെ 2006 സെപ്റ്റംബർ 20 ഒരു ഡേറ്റ് എനിക്ക് കിട്ടി. ഞാൻ അന്ന് ഗുരുവായൂരിൽ ഈ കേശാദിവാദം എനിക്ക് തോന്നുന്നത് ഒരു 55 മിനിറ്റ് കഷ്ടിണ്ടായിരുന്നു ആ ഒരു ഒറ്റ ഐറ്റം. അത് ശരിക്കും അത് കളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും കരഞ്ഞിട്ടാണ് പിന്നിലേക്ക് വന്നത്. കാരണം
ഡാൻസ് എന്ന് പറഞ്ഞ സംഭവം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 55 മിനിറ്റ് ഞാൻ മോഹിനിയാട്ടം പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എന്നെ സംബന്ധിച്ചത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു അത്. പിന്നെ അങ്ങനെ അതൊരു സെപ്റ്റംബർ 20 ചെയ്ത കാരണം പിന്നെ നാരായണീയം ഞാനിത് വലിയൊരു മഹത്തായൊരു സംഭവം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭക്തി കൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യമായിരുന്നു. പക്ഷെ അത് ഹിറ്റായി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അത് നാരായണീയം ശരിക്കും എഴുതിയത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് വാതരോഗം വന്നിട്ട് അത് എഴുതി കഴിഞ്ഞപ്പോൾ മാറി എന്നാണ് ഐതിഹ്യം. അപ്പോൾ അതുപോലെ എല്ലാവരും അത് എന്നെ കണക്ട് ചെയ്തു. എൻ്റെ മുട്ടിൻ്റെ അസുഖങ്ങൾ ഈ നാരായണീയം ചെയ്തതോടുകൂടി സുഖപ്പെട്ടു എന്നുള്ള പോലെയായി. മീഡിയാസൊക്കെ ഇഷ്ടംപോലെ കവർ ചെയ്തു. പിന്നെ ഞങ്ങളുടെ തൃപ്പൂണിത്തുറയിൽ ഉത്സവത്തിന് വൃശ്ചികോത്സവത്തിന് എത്രയോ 26-27 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഡാൻസായിരുന്നു. പിന്നെ അവർ ഡാൻസിന് സ്റ്റേജ് കൊടുക്കില്ലായിരുന്നു. പക്ഷേ എനിക്ക് 2006 ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഉത്സവത്തിന് എനിക്ക് നാരായണീയം ചെയ്യാനൊരു ഭാഗ്യം കിട്ടി. അത് ഈ തൃപ്പൂണിത്തുറ മണ്ണിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിരുന്നു. അത് ഈ നാരായണീയം എന്നുള്ള ഒരൊറ്റ, അല്ലാണ്ട് സുചിത്ര വിശ്വേശ്വരൻ എന്നുള്ളൊരു വ്യക്തിയിലല്ല പരിപാടി തന്നത്. നാരായണീയം കേശാതിവാദം എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റ് അവർ ഉദ്ദേശിച്ചിട്ടാണ് തന്നത്. അങ്ങനെ അത് ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡാൻസറാന്നുള്ളതും മോഹിനിയാട്ടത്തിൽ ഇങ്ങനെ പുതിയത് ചെയ്യുന്നുണ്ട്, കുറേ പുതിയത് ചെയ്യണമെന്നുള്ള ഒരു ഇതിൽ എനിക്ക് കുറച്ച് കവറേജ് കൂടുതൽ കിട്ടി. പിന്നെ എല്ലാവരും ഇൻ്റർവ്യൂസായി. അപ്പോൾ എല്ലാവരും ചോദിച്ചു അടുത്ത പ്രോജക്റ്റ് എന്താ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ ഒരു ബാധ്യത നമ്മൾക്കുണ്ട്, കാരണം ഇനി അടുത്തൊരു പ്രോജക്റ്റ് കൊടുക്കണം. അപ്പോൾ ആലോചിച്ചിട്ട് പിന്നെ എനിക്ക് എൻ്റെ ഒരു ഗുരു ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ എല്ലാ കൊല്ലവും സെപ്റ്റംബർ 20 നാരായണീയത്തിൽ തന്നെ ഓരോ ദശകങ്ങൾ എടുത്തിട്ട് ചെയ്യാമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം ശങ്കരൻ നമ്പ്രാന്തിരി പറഞ്ഞിട്ട് ഇപ്പം മരിച്ചുപോയി. അദ്ദേഹമാണ് ഇങ്ങനെ നമുക്കൊരു ഐഡിയ പറഞ്ഞു തന്നു. അപ്പം അതിനുശേഷം ഇപ്പോൾ 11 വർഷമായി തുടർച്ചയായി ഇതേ ഡേറ്റിൽ ഈ സെപ്റ്റംബർ 20 തന്നെ നാരായണീയത്തിലെ വിവിധ ദശകങ്ങൾ ഇപ്പോൾ ഈ സെപ്റ്റംബർ 20 ചെയ്തപ്പോഴേക്കും ഒരു 30 ദശകം അതിൽ കഴിഞ്ഞു. ആകെ 100 ദശകമാണ്. അതിൽ 30 ദശകം ഇപ്പോൾ ഞാൻ നാരായണീയത്തിലത്തെ മോഹിനിയാട്ടത്തിലേക്ക് ആക്കി ചെയ്തു. അതിൽ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരസിംഹാവതാരം ചെയ്യണ സമയത്ത്, അപ്പം അത് നരസിംഹം നാരായണീയത്തിൽ എഴുതിയപ്പോൾ തന്നെ ഈ മേൽപ്പത്തൂർ അത് രചിച്ച സമയത്ത് തന്നെ ഗുരുവായൂർ മുഴുവനും ആ ഒരു നരസിംഹം പ്രത്യക്ഷപ്പെടുന്ന ഒരു ശ്ലോകം ഉണ്ട് അതിൽ, സ്തംഭേ കട്ടയത്. ആ ഒരു ശ്ലോകം എഴുതിയ സമയത്ത് ഗുരുവായൂർ മുഴുവനും ഇങ്ങനെ ഒരു പ്രകമ്പനം കൊണ്ടു എന്നൊക്കെ ഇങ്ങനെ ഐതിഹ്യങ്ങൾ വായിച്ച് കേട്ടറിവുണ്ട്. അപ്പോൾ ഞാനിതാണ് ചെയ്യാൻ പോണേന്ന് പറയുമ്പോൾ നമ്മളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടിയാണോ, എന്താ സംഭവിക്കുക എന്നുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് ദേവസ്വത്തിൽ സാധാരണ നമ്മൾക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കാർഡും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറി തൊഴിയിക്കുമായിരുന്നു. 2-3 പ്രാവശ്യം അങ്ങനെ തൊഴുത കാരണം അന്നും തൊഴാൻ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് പറ്റില്ല, കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് തൊഴുതാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് വിഷമമായി. നന്ദനം സിനിമ ഇറങ്ങിയുള്ള ആ ഒരു സമയമൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ കൃഷ്ണനോട് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, നന്ദനം സിനിമയിലൊക്കെ ഇപ്പോൾ നീ വന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ നവ്യയുടെ അടുത്ത് പറഞ്ഞ പോലെ ഈ മാനേജറുടെ അടുത്ത് വന്ന് പറയായിരുന്നില്ലേ, എൻ്റെ ഭക്തിയാണ്, അവരെ അകത്ത് കയറ്റണം എന്നൊക്കെ പറഞ്ഞൂടെ എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു ജോക്കിന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അകത്ത് വന്ന് എനിക്ക് തൊഴാൻ പറ്റിയില്ല, നിനക്ക് അവിടെ നിന്നിട്ട് എന്നെ കാണുകയാണെങ്കിൽ കണ്ടാൽ മതി, ഞാൻ അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാശിയും അതോടുകൂടി ഞാൻ പ്രദർശനമൊക്കെ വെച്ച് സ്റ്റേജിൽ കയറി കളിക്കണ സമയത്ത് ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ആ നരസിംഹത്തിൻ്റെ ഒരു രൗദ്രഭാവത്തിൽ നിന്ന് പ്രഹ്ലാദനെ അനുഗ്രഹിക്കണ പെട്ടെന്നൊരു നേരെ ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു കാരുണ്യത്തിലേക്ക് വരണ ഒരു രംഗമുണ്ട്. അങ്ങനെ ആ രംഗത്തിൽ വന്നിട്ട് പ്രഹ്ലാദൻ്റെ ഒരു സ്തുതി, പ്രഹ്ലാദനെ ഒരു ഇതാക്കിയിട്ട് അങ്ങനെ നിർത്തുമായിരുന്നു നമ്മൾ പ്ലാനിട്ട്. സ്റ്റേജിൽ കയറിയിട്ട് ആ ഒരു സ്ഥലത്തിയപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഞാൻ ആ രൗദ്രത്തിൽ നിന്ന് ഇങ്ങനെ നോക്കി, പ്രഹ്ലാദൻ ഇങ്ങനെ റൈറ്റ് സൈഡിലാണെന്നാണ് നമ്മുടെ കൺസെപ്റ്റിൽ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കി താഴേക്ക് ഇങ്ങനെ വന്ന് പ്രഹ്ലാദനെ നോക്കി നിന്നപ്പോഴേക്കും കറക്റ്റ് നന്ദനം സിനിമയിൽ അവിടെ വന്ന് നിന്നിട്ട് തിരിയില്ലേ, അതേപോലെ ആ കറക്റ്റ് സ്ഥലത്ത് അവിടെ വേറെ ആരുമില്ല, ഒരു ഉണ്ണികൃഷ്ണൻ, അതായത് നമ്മൾ ഉഷപൂജയുടെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു കറുത്തിട്ട് ഒരു പട്ടുകോണമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു കൃഷ്ണനെ നമ്മൾ
പൂജിക്കാറുണ്ടല്ലോ, അതേ പോസിൽ അവിടെ വന്ന് നിൽക്കണു, എന്നെ അനുഗ്രഹിക്കണ പോലെ തോന്നിയിട്ട് ശരിക്കും ഈ ഒരു കളിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു ലോകത്ത് പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെനിക്ക് അനുഭവമായിരുന്നു. പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൽ ഒരു പ്രാവശ്യമേ കളിക്കാൻ പറ്റിയുള്ളൂ, പക്ഷേ ഭയങ്കര മോഹമാണ് അവിടെ എപ്പോഴും കളിക്കണമെന്ന്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കും. അപ്പോൾ സേവാസംഘം അത് പറ്റില്ല എന്ന് പറയും. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ ഡാൻസേഴ്സിന് അവർ കൊടുക്കാറില്ല. കഥകളിക്ക് പാട്ടിനൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ്, ഓട്ടംതുള്ളലൊക്കെ. ഒന്നാമത് സ്റ്റേജിൻ്റെ കുറച്ച് അവിടെ ബുദ്ധിമുട്ടാണ്, അവിടെ സ്പീക്കർ ഇവിടെ വെച്ച് അവിടെ പ്രശ്നം അങ്ങനെ. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ തന്നെ ചക്കംകുളങ്ങര ഒരു ശിവക്ഷേത്രത്തിലൊരു പ്രോഗ്രാം കിട്ടി ശിവരാത്രിക്ക്. അപ്പോൾ ഞാൻ പൂർണ്ണത്രയീശൻ്റെ, ഞാനങ്ങനെ എഴുത്തുകാരിയൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, ചില സമയത്ത് നമ്മൾക്കിങ്ങനെ ഇമ്പോണായിട്ട് എന്തോ വരും എന്ന് പറയണതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം പൊന്നിൻ പ്രഭാവലി തൂകുമ ഗാത്രവും ഇങ്ങനെ മനസ്സിലിങ്ങനെ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു അശരീരി പോലെ ഇങ്ങനെ കേൾക്കുക. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പൂർണ്ണത്രയീശൻ്റെ ഒരു രൂപമാണല്ലോ ഇത് എന്ന് വിചാരിച്ചിട്ട് പൂർണ്ണത്രയീശനെ കുറിച്ചിട്ടൊരു സംഭവം എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു 12 ലൈൻ എഴുതി വെച്ചു. പക്ഷെ അത് എഴുതി ഞാൻ 2-3 പേരെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിവരമുള്ള ആൾക്കാരൊക്കെ എഴുതിയ മട്ടിലായിരുന്നു അത്. എൻ്റെ കഴിവല്ലാതെ ആരും എഴുതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ട്യൂൺ ചെയ്ത് പൂർണ്ണത്രയീശൻ്റെ ഒരു കൃതി പോലെയാക്കി. എന്ന് വെച്ചാൽ അത് സന്താനം ഇല്ലാത്തവർക്ക് കൊടുക്കും എന്നുള്ള ഐതിഹ്യം. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ സങ്കടം ഒക്കെ കാണിക്കാൻ വേണ്ടി അതൊക്കെയാണ് അതിൽ വെച്ചിരുന്നത്. അപ്പം അത് ചിട്ട ചെയ്ത് ശിവരാത്രിക്ക് ഇവിടെ കളിക്കാം. അപ്പോൾ ഇവിടെ ശിവരാത്രിയുടെ അന്ന് ആ ഒരു സമയത്താണ് പൂർണ്ണത്രയീശൻ്റെ പറ നിറയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറ നിറയ്ക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ പൂർണ്ണത്രയീശനോട് ഞാൻ പറഞ്ഞു, എനിക്കിവിടെ പ്രോഗ്രാമൊന്നും തരണില്ല നീ, പക്ഷെ ഞാനിങ്ങനെ ഇന്ന മാതിരി ഒരു സംഭവം ഉള്ളിൽ എഴുതിയിട്ട് അത് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിൻ്റെ ഫുൾ രൂപം എൻ്റെ മനസ്സിൽ കണ്ടാൽ മാത്രമേ എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ എന്തായാലും പറക്കി ഇങ്ങനെ നടക്കുകയല്ലേ, ആ സമയത്ത് അവിടെ വന്ന് ഇരുന്നിട്ട് ആ പരിപാടി ഒന്ന് കണ്ടുവിടുക. കാരണം അകത്തില്ല എന്ന് പറയും, നമ്മൾ പറയൂല, പറ നടക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ പറഞ്ഞ് ഞാൻ സ്റ്റേജിൽ കയറി ഓർക്കസ്ട്രക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, പൂർണ്ണത്രയീശനെ വിളിച്ചിട്ടുണ്ട് പരിപാടി കാണാമെന്ന് പറഞ്ഞപ്പോൾ അവർ കളിയാക്കിയിട്ട് പറഞ്ഞു ഫ്രണ്ടിൽ വന്ന് ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പരിപാടിയുടെ ഏറ്റവും അവസാനത്തെ ഐറ്റം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ജ്ഞാനപ്പാനയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം ഞങ്ങൾ ചിട്ട ചെയ്തത്, ഞാൻ ആദ്യം ഇങ്ങനെ എൻ്റെ കൂടെ കൃഷ്ണനുണ്ടെന്ന് ഭയങ്കര അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ അഭിനയിക്കും. അപ്പോൾ കൃഷ്ണൻ അഹങ്കാരമുള്ളവരുടെ കൂടെ നിൽക്കില്ല എന്നാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരം കാണിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ കൈ വിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ സങ്കടത്തിലേക്ക് എത്തും. അപ്പോൾ സങ്കടം വരുമ്പോൾ കൃഷ്ണൻ കൂടെ വരും. ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തി സങ്കടത്തിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞ് ഞങ്ങൾ ലെഫ്റ്റ് ഇങ്ങനെ ഫ്ലൂട്ടിൻ്റെ ആളുടെ അടുത്ത് പറഞ്ഞിരിക്കണേ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഇവിടെ എത്തി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഫ്ലൂട്ട് വായിക്കണം. അപ്പോൾ സിംബോളിക്കായിട്ട് ഫ്ലൂട്ടാണല്ലോ കൃഷ്ണൻ്റെ. അപ്പോൾ അത് വായിക്കുമ്പോൾ ഞാൻ അഭിനയിച്ചിട്ട് എൻ്റെ കൂടെ കൃഷ്ണനുണ്ട് അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാനിട്ട് സ്റ്റേജിൽ കയറി ഈ ഒരു കറങ്ങി അവിടെ എത്തി കരഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഫ്ലൂട്ടിൻ്റെ സാറ് ഫ്ലൂട്ട് വായിക്കലും കറക്റ്റ് ആ ഒരു വഴി കൂടെ സാധാരണ ഈ പറ വരില്ല എന്നാണ് പറയണേ. ആനപ്പുറത്ത് പൂർണ്ണത്രയീശൻ കറക്റ്റ് വരുന്നതും അത് ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ അറ്റവും ഈ മതിലും ഒന്നാണ്. അപ്പോൾ ഈ മതിലിൻ്റെ അപ്പുറത്ത് ആനയും പൂർണ്ണത്രയീശൻ. അപ്പോൾ ഇവിടെ ഞാൻ അപ്പുറത്ത് പൂർണ്ണത്രയീശൻ ശരിക്കും എന്നെ നോക്കി ആ തിടമ്പ് നിൽക്കണു. ഓഡിയൻസ് മുഴുവനും എണീച്ച് നിന്ന് തൊഴുത് നിൽക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു ഭക്തി ഇല്ലാത്ത ഒരാൾക്ക് പറയാം അത് പൂർണ്ണത്രയീശനല്ലേ പോയി. പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ടൈമിങ്സ് ആണത്. കാരണം ഇപ്പോൾ കുറച്ച് മുമ്പേ എനിക്ക് കരയായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ശേഷം കരയായിരുന്നു. പക്ഷെ അപ്പം ഈ ഒരു കറക്റ്റ് ടൈമിങ് വരില്ലല്ലോ. അപ്പം അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് പൂർണ്ണത്രയീശൻ ശരിക്കും എൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ വന്നു എന്നുള്ള ഒരു അതന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കണത്. പിന്നെ അതേപോലെ ഇപ്പോൾ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും പുതിയത് ചെയ്യാനാണ് താല്പര്യം. അതായത് എത്രയോ നമ്മളുടെ മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് ഞാൻ കാണുന്നത് എന്നുവെച്ചാൽ എല്ലാം ഒന്നിൽ ശൃംഗാര നായിക, അല്ലാന്ന് വെച്ചാൽ കരഞ്ഞിരിക്കണ നായിക, എല്ലാം അങ്ങനെ തന്നെ. ഇപ്പോൾ സ്വാതിരുന്നാളിലെ കൃതികൾ എല്ലാം അങ്ങനെ കുറേ കൃതികളുണ്ട്. എല്ലാതും നല്ല അതിൽ ഒരു ഹിറ്റായിരിക്കണ പലതിലും
സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുങ്ങിയിരുന്നിട്ട് പുരുഷനെ കാത്തിരിക്കണോ, അല്ലെങ്കിൽ കാമുകനെ കാത്തിരിക്കണോ, കാമുകൻ വരണില്ല, കാമുകൻ വന്നാലുള്ള സന്തോഷം, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം മാത്രമേ മോഹിനിയാട്ടത്തിൽ കൂടെ സാധാരണ ഒരു 100-ൽ 50 ഐറ്റവും അങ്ങനത്തെ ഐറ്റംസാണ്. അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഓഡിയൻസ് വന്നിട്ട് നമ്മുടെ ഒരു പ്രോഗ്രാം കാണാൻ വരുമ്പോൾ അവർ കരയാനല്ല വരുന്നത്, ചിരിക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവരുടെ എല്ലാ ദുഃഖങ്ങളും മറന്ന് ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ചെയ്യണേലേക്ക് അവരെ കൊണ്ടുവരണം. അഭി പ്ലസ് നയിക്കുക എന്നാണല്ലോ, എന്നുവെച്ചാൽ നമ്മൾ അഭി എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് നയിക്കുക. അപ്പോൾ ആ അഭിനയത്തിൽ കൂടെ അവരെ നമ്മളുടെ ഒരു തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ ചെയ്യാറില്ല, കാരണം അതെല്ലാവരും ചെയ്യണതാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റായിട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ കൂടുതലും ഈ ക്ലാസിക്കൽ മ്യൂസിക്കുകൾ, കർണാട്ടിക് മ്യൂസിക്കിൽ എത്രയോ നല്ല നല്ല കൃതികളുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറേ കൃതികൾ ഇങ്ങനെ കേട്ട് അത് സെലക്ട് ചെയ്തിട്ട് അതെങ്ങനെ നമ്മൾക്ക് മോഹിനിയാട്ടത്തിൽ വർക്കൗട്ട് ചെയ്യാം, അതിൻ്റെ ബേസിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു നാരായണീയം ഫസ്റ്റ് 2006 ഞാൻ ചെയ്ത സമയത്ത് ഈ കല ടീച്ചർ പറഞ്ഞ എൻ്റെ ഗുരു എന്നെ ഒഴിവാക്കി, ഇനി പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പഠിച്ച് ഫുൾ തീർന്നിട്ടില്ല, അപ്പോൾ ഗുരു ഇല്ലാണ്ട് എങ്ങനെയാണെന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് അന്ന് അങ്ങനെ ഒരു ടീച്ചർ പറഞ്ഞ കാരണമായിരിക്കാം എനിക്ക് പുതിയ പുതിയ സംഭവങ്ങൾ ചെയ്യാനുള്ള ഇന്നോവേഷൻസ് പറ്റണത്. നേരെ മറിച്ച് ടീച്ചർ എന്നെ ഗുരുവായിട്ട് ശിഷ്യയായിട്ട് അംഗീകരിച്ചു എന്നുണ്ടെങ്കിൽ ടീച്ചറുടെ ഐറ്റംസ് മാത്രം ചെയ്ത് നടക്കണ ഒരു നോർമൽ ഡാൻസർ, അല്ലാണ്ട് എനിക്കായിട്ട് സുചിത്ര വിശ്വേശ്വരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ടീച്ചറോട് ഇപ്പോഴും നന്ദി രേഖപ്പെടുത്താണ്. ബിക്കോസ് അന്നത്തെ ഒരു ദിവസം എന്നെ പഠിപ്പിക്കില്ല, ഇപ്പോഴും എന്നെ ശിഷ്യയായിട്ട് ടീച്ചർ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ അതൊക്കെ എൻ്റെ ഞാനല്ല എൻ്റെ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. കാരണം എനിക്ക് അതുകൊണ്ടാണ് പുതിയത് ചെയ്യണമെന്ന് തോന്നും. പക്ഷെ പുതിയത് ചെയ്യുമ്പോഴും ടീച്ചർ പഠിപ്പിച്ച കാരണം അതിൽ നിന്ന് മാറരുത് എന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറാണ്ട് തന്നെ അതിൽ ഉറച്ചു നിന്ന് മോഹിനിയാട്ടത്തിൻ്റെ ഒരു ചിട്ടകളും മാറാണ്ട് അവതരിപ്പിക്കണം എന്നാണ്. പിന്നെ ഞാൻ എപ്പോഴും എന്നെ കമ്പാരിസൺ നടത്താറുള്ളത് നോർമൽ ഓഡിയൻസിന് ചെയ്യണ ഒരു ആളായിട്ടാണ്. കാരണം ഇപ്പം മേൽപ്പത്തൂർ നാരായണി എഴുതി, പൂന്താനം ജ്ഞാനപ്പാനി എഴുതി. മേൽപ്പത്തൂരിൻ്റെ നാരായണി എന്ന് പറഞ്ഞാൽ സംസ്കൃതം അറിയണവർക്ക് പണ്ഡിതന്മാർക്കേ മനസ്സിലാവുള്ളൂ. ജ്ഞാനപ്പാന മലയാളം അറിഞ്ഞാൽ മനസ്സിലാവും, അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പൂന്താനാണ്, മേൽപ്പത്തൂരല്ല ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലാസിക് ഓഡിയൻസിന് മുമ്പിൽ ചെയ്യാൻ പറ്റുന്ന മോഹിനിയാട്ടമാണോ ഞാൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത്, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. അപ്പോൾ മോഹിനിയാട്ടം എന്നുള്ളൊരു കലയിൽ കൂടെ നമ്മൾ പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെ വയലാറിൻ്റെ രാവണപുത്രി മോഹിനിയാട്ടത്തിൽ ചെയ്തിരുന്നു ഒരു കവിത. അപ്പോൾ അതിൽ ശരിക്കും ഒരു ഇതുവരെ പഠിച്ചു വന്നിരുന്ന ഒരു ഇതിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു. കാരണം രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ മുമ്പിൽ ഭയങ്കര ദുഷ്ടനായിട്ടുള്ളൊരു സ്വഭാവം, സീതേനെ തട്ടിക്കൊണ്ടുവന്നു എന്നുവെച്ചാൽ എന്തൊക്കെ കൊള്ളരുതായ്മകൾ കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത രാവണനായിരുന്നു. പക്ഷേ ഈ ഒരു കവിത ഞാൻ വായിച്ച് ഇതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടിയൊരു സംഭവം, എന്നൊരാൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എടുത്തതല്ല, അത് വായിച്ചു നോക്കിയപ്പോഴേക്കും രാവണനോട് ഭയങ്കരമായിട്ട് സിമ്പതി തോന്നണ ഒരു ക്യാരക്ടറാണത് രാവണൻ. അപ്പോൾ രാവണന് ഉണ്ടായ ആ ഒരു മുഹൂർത്തങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ രാവണനായിട്ട് മാറണം. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ആവണം നമ്മൾ കുറച്ച്, എന്നാൽ മാത്രമേ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആ രാവണപുത്രിയിൽ രാവണൻ്റെ പിന്നെ ഞാൻ ആലോചിച്ചു, വെറും ഭക്തി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ വരണ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഡിഫറെൻറ്റ് ഓഡിയൻസ് ആയിരിക്കും. ഭക്തിയൊന്നും ഇല്ലാത്തവരായിരിക്കാം, ഭക്തിയുള്ളവരായിരിക്കാം, നമുക്കറിയില്ലല്ലോ. കാരണം ഇതൊരു പൊതുവേദിയാണ്, അമ്പലമല്ല. അപ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും എന്താ പറയുക, ഒരു മെസ്സേജ് ഈ സൊസൈറ്റിക്ക് കൊടുക്കണം, അതെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, സീതയെ ശുദ്ധീകരിക്കുവാൻ കാട്ടുതീ ഊതി പറപ്പിച്ചു വാനരസേനകൾ എന്നാണ്. അപ്പോൾ വാനരസേനകൾ കാട്ടുതീ എന്തിനാണ് ഊതിയിട്ട് ഇങ്ങനെ ആക്കിയത് എന്നുള്ള ഒരു സംശയം വന്നാൽ അത് കുറേ നേരം ആലോചിച്ചപ്പോൾ കാട്ടുതീ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് പടർന്നു പിടിക്കും. അപ്പം ഞാൻ ഉദ്ദേശിച്ചത്
ഇതുപോലെയാണ് ഈ സൊസൈറ്റിയിൽ നടക്കണ അസത്യങ്ങൾ അല്ലെങ്കിൽ പരദൂഷണങ്ങൾ പെട്ടെന്ന് പടർന്നു പോകും. നേരെ മറിച്ച് ഒരു സത്യാവസ്ഥ ഉള്ള ഒരു കാര്യം ഒരിക്കലും പടർന്നു പോകണില്ല. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ അത് അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു കവിതേനെ ബേസ് ചെയ്ത് നോക്കിയപ്പോൾ രാവണൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അതിൽ രാവണൻ്റെ പുത്രിയാണ് സീത. അപ്പോൾ രാവണൻ ഒരിക്കലും സീതേനെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല. അത് രാവണൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മോളാണ് 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 എന്ന് കുറേ പ്രാവശ്യം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ മോളായിരിക്കുന്ന ഒരു സീതേനെ അച്ഛൻ തൊട്ടിട്ട് പോലും ഇല്ല. പക്ഷേ സീതേൻ്റെ പട്ടാഭിഷേകത്തിന് മറ്റേ യുദ്ധം കഴിഞ്ഞിട്ട് ഇവിടേക്ക് കൊട്ടാരത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാമൻ പറയണത് സീതയുടെ അടുത്ത് അഗ്നിപരീക്ഷണം നടത്താൻ. ആ അഗ്നിപരീക്ഷണം നടത്തണം എന്തിനാ? സീത അശുദ്ധിയായി എന്നാണ് അതേതോ നമ്മുടെ ശരിക്കുള്ള രാമായണത്തിൽ കേട്ടിരിക്കണ ഒരു ഏതോ അലക്കുകാർ തമ്മിൽ സംസാരിച്ചത് കേട്ടു എന്നൊക്കെയാണ്. അപ്പം ഞാൻ അത് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്, സ്വന്തം പുത്രീനെ തൊട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു രാവണൻ, ആ രാവണൻ്റെ വിഷമം, അവിടെ സീത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ബഹളം കൂട്ടണു. അപ്പോൾ ഈ ഒരു സീത, അതായത് ഒരു രാവണൻ്റെ അടുത്ത് സീത വന്ന് 2 ദിവസം താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അശുദ്ധിയായി എന്നാണ് സമൂഹം തെറ്റിദ്ധരിക്കണത്. ഇങ്ങനെയാണ് നമ്മളുടെ ഈ നാട്ടിലുള്ള പരദൂഷണങ്ങൾ വരുന്നത്. എന്താ സത്യം എന്ന് അറിയണില്ല. അപ്പോൾ ആ ഒരു സമയത്ത് രാവണനുണ്ടായ ദുഃഖം, ആ ദുഃഖം കൊണ്ട്, ദുഃഖത്തിലാണ് രാവണൻ മരണത്തിന് കീഴ്പ്പെട്ടത്. അല്ലാണ്ട് രാമൻ്റെ ബാണത്തിലല്ല എന്ന് പറഞ്ഞിട്ട് രാമൻ്റെ ബാണം ഉരി കളഞ്ഞിട്ട് പറയാണ്, ഈ ബാണം കൊണ്ടല്ല ഞാൻ മരിച്ചത്, എൻ്റെ പുത്രിയുടെ ദുഃഖം കൊണ്ടും എൻ്റെ ദുഃഖം കൊണ്ടുമാണ് ഞാൻ മരിച്ചതെന്ന്. അപ്പോൾ അങ്ങനെ സമൂഹത്തിന് നമുക്കൊരു ചെറിയ മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് വയലാറിൻ്റെ ഫാമിലി അവർ വന്നിരുന്നു. അവരൊക്കെ പറഞ്ഞത് അച്ഛൻ ചിലപ്പോൾ ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ അത് ശരിക്കും നമ്മളുടെ ഡാൻസിൽ കൂടെ അത് ഓഡിയൻസിന് പാസ് ചെയ്തു. അത് ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ എല്ലാവരുടെയും കണ്ണ് നിറയിപ്പിച്ചു ആ ഒരു രാവണപുത്രി കൊണ്ട് എന്നാണ് പൊതുവെ സംസാരം വന്ന. രാവണൻ എന്നുള്ള ഒരു പവർഫുൾ ക്യാരക്ടർ ഒരാളെ കരയിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് അത്രയും നമ്മൾ ഉൾക്കൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അടുത്തൊരു റിപ്പോർട്ട് ചോദിച്ചിരുന്നു, ഈ ഹിന്ദു മതവിശ്വാസിയാണ്, രാവണൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ രാവണൻ എത്ര ഉൾക്കൊണ്ട് രാവണനായിട്ട് മാറാൻ പറ്റണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ആൻസർ ഇതാണ്: ഒരു സ്റ്റോറി കിട്ടുമ്പോൾ ആ സ്റ്റോറിയത്തെ ക്യാരക്ടറായിട്ട് നമ്മൾ മാറണം, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിപ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോൾ രാവണനോ സീതയൊന്നും ആവാൻ പറ്റില്ലല്ലോ. ഞാൻ വീട്ടിൽ വരുമ്പോൾ സാധാരണ സുചിത്ര, പക്ഷെ നമ്മളൊരു മോഹിനിയാട്ടത്തിലേക്ക് അല്ലിച്ച ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറണം. കൃഷ്ണൻ്റെ ചെയ്യുമ്പോൾ കൃഷ്ണനാവണം, ശിവൻ്റെ ചെയ്യുമ്പോൾ ശിവനാവണം. അത് വെച്ചിട്ട് ഞാൻ കൃഷ്ണനാ ഞാൻ ശിവനാവണം എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു നമ്മളുടെ എന്താ പറയുക ചിന്തകളും ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ പുതിയൊരു അടുത്തതും ഒരു കവിത ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മുമ്പ് തന്നെ ഒരു കവിതേൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭാരതമാതയ്ക്ക് ഉണ്ടാവണ, അതായത് ഇപ്പോഴത്തെ ഇന്ത്യയിൽ നടക്കണ ഇഷ്യൂസ്, അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു കവിത, അതിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ശരിക്കും ഈ ഭാരതാംബ എന്ന് പറഞ്ഞ അവരുടെ ഭാരതമാതയുടെ ദുഃഖം, പണ്ടുണ്ടായിരുന്ന നമ്മുടെ ഭാരത സംസ്കാരം എന്തായിരുന്നു എന്നുള്ളതും ഇപ്പം എന്താന്നുള്ളതും തമ്മിലുള്ള ആൾക്കാർക്കൊരു ചെറിയ ചിന്തയ്ക്ക് വകവരുത്തുന്ന ഒരു അങ്ങനത്തെ ഒരു കവിതയാണ്. അതിൻ്റെ അവസാനം നമ്മൾ ഓരോ ഭാരതീയരും എന്താ പറയുക തല കുനിക്കുകയാണ് ഭാരതമാതയുടെ മുമ്പിൽ, കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു കവിതയുടെ ഇപ്പോൾ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എന്താ പറയുക ചെയ്യാത്ത കാര്യങ്ങളും എന്ന് വെച്ചാൽ ആരും ചെയ്യാത്തത് ചെയ്യുമ്പോഴാണ് എനിക്കൊരു കുറച്ചൊരു സന്തോഷം കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ ദീക്ഷിതരുടെ കുറേ കൃതികളെടുത്തിട്ട് ദീക്ഷിതർ ദിനാചരണത്തിന് സംഗീത സഭ, പൂർണ്ണത്രേശ്യ സംഗീത സഭയിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതിതുപോലെ തന്നെ ഡാൻസ് ഇല്ലാണ്ട് പാട്ടുകൾ മാത്രം, കച്ചേരികൾ മാത്രം നടത്തുന്ന ഒരു സഭയാണ്. പക്ഷെ എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ നവാവരണം ചെയ്തിട്ടുണ്ട്, അതൊരു ശ്രീചക്ര പൂജയുടെ ഭാഗമായിട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഇപ്പോൾ ദീക്ഷിതരുടെ ഒരു റെയർ കൃതി ഭരതനാട്യത്തിൽ ഞാൻ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. അതും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും ഞാൻ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടോ അത്രയും നമ്മൾ അതിനോട് കൂടുതൽ അടുക്കും.
അപ്പോൾ ആ ഒരു കൃതി എന്ന് പറയുന്നത് ദീക്ഷിതരുടെ കൃതി, ദശാവതാര കൃതിയെ പറ്റിയിട്ട് ഒട്ടുമിക്ക സംഗീതജ്ഞർക്കും ഇങ്ങനെ അത്ര പരിചയമില്ലാത്തൊരു കൃതിയാണ്. അപ്പം പക്ഷെ ഞാനത് കണ്ടെത്തി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ഒരു 40 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. ദശാവതാരമാണ്, പക്ഷെ കുറച്ച് കൺസെപ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം പുതിയത് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടവും താല്പര്യവും ഒക്കെ. പിന്നെ പഠിപ്പിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ മോഹിനിയാട്ടത്തിന് സ്റ്റുഡൻസ് കുറവാണ്. കുറച്ച് അമ്മമാരും അങ്ങനത്തെ കുറച്ച് മോഹിനിയാട്ടം അത്ര ഇഷ്ടപ്പെട്ടിട്ട് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷൻസിനൊക്കെ ഭരതനാട്യമാണ് കുറച്ചും കൂടി ഇഷ്ടം. കാരണം അത് കുറച്ച് ഫാസ്റ്റാണ്, കളർഫുൾ ഡ്രസ്സ് ഇടാം, ഇതൊക്കെയാണ് കുറച്ചും കൂടി അതിനോട് അട്രാക്ഷൻ എന്ന് തോന്നണോ. അങ്ങനെ ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പുറത്ത് 2-3 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു അവിടെ ഒരു മോഹിനിയാട്ടം സ്റ്റുഡൻ്റ് ഉണ്ട്, അവൾക്ക് അവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഇപ്പോൾ അതും 2017 അവിടെ ചെയ്യണം. സിയാറ്റിലാണ് അവർ ചെയ്യണത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ കൃഷ്ണനെ ബേസ് ചെയ്തിട്ട് കൃഷ്ണൻ്റെ ജനനം മുതൽക്ക് ഗീതോപദേശം വരെയുള്ള ഒരു പ്രോജക്റ്റ്. അതിപ്പോൾ ഇങ്ങനെ 5 ചാപ്റ്റേഴ്സാക്കി തിരിച്ച് അതിൻ്റെ ഒരു വർക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് എന്ന് വെച്ചാൽ കുറേ നമ്മൾ മ്യൂസിക് കുറേ ഉണ്ടാക്കണം, കുറേ പാട്ട് ശരിയാക്കണം. അപ്പം അങ്ങനത്തെ ഒരു അതും കൂടി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. കുറേ അവാർഡുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആകെ ഒരു കലാദർപ്പണത്തിൻ്റെ ഒരു എന്നെ ഒന്ന് ആദരിച്ചിട്ട് ഒരു ചെറിയൊരു അവാർഡ് പോലെ കിട്ടി. പിന്നെ ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യണ സമയത്ത് കിട്ടണ അംഗീകാരങ്ങളാണ് എൻ്റെ അവാർഡുകൾ. അല്ലാണ്ട് ഇന്ന ഒരു കെയർ ഓഫിലൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വയലാറിൻ്റെ ചെയ്ത സമയത്ത് തന്നെ അന്നത്തെ ഒരു ഓഡിയൻസ്, ആ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നത്തെ റോയിൽ മുഴുവനും നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ വലിയ ആൾക്കാരായിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യണോ, അവരുടെ ഒരു അപ്രിസിയേഷൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒരാൾക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഒരേ ഡേറ്റിന് ആ നാരായണീയത്തിൽ തന്നെ കുറേ ദശകങ്ങൾ ചെയ്യാൻ പറ്റുക, അവിടെ മുമ്പിൽ പോയി അവതരിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. പിന്നെ ശിഷ്യഗണങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം ഞാനങ്ങനെ ഒരു സ്ട്രിക്റ്റൊന്നും അല്ല. അത് കാരണം അവർ എൻ്റെ അടുത്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ വർഷമായിട്ട്. ഇപ്പോൾ 11 വർഷമായിട്ട് എൻ്റെ സ്റ്റുഡൻസും അവിടെ പ്രോഗ്രാം ചെയ്യണുണ്ട് ഗുരുവായൂരിൽ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അസറ്റ്, എൻ്റെ ശിഷ്യഗണങ്ങൾ, എൻ്റെ ഇതുപോലത്തെ ക്രിയേഷൻസ്. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ ഓർക്കസ്ട്ര ഗ്രൂപ്പുണ്ട്. അത് ഞങ്ങളൊരു ഒറ്റക്കെട്ടാണ്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എടുത്തു കഴിഞ്ഞാലും അവർ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഫാമിലി, ഹസ്ബൻഡ് ഇങ്ങനെ ഓവറായിട്ട് എന്നെ ഇങ്ങനെ താങ്ങി എല്ലായിടത്തും നടക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ മക്കളും അതേപോലെ തന്നെ, മൂത്താൾ പാട്ട് പാടും, രണ്ടാമത്തെ ആൾ ഡാൻസ് ചെയ്യും, എൻ്റെ കൂടെ തന്നെ ഭരതനാട്യം ചെയ്യാറുണ്ട്. അയാൾക്ക് അങ്ങനെ 2 പേരും ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു നൃത്തത്തിൻ്റെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവങ്ങളും ഇതൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ വളർന്നു വരണ കുട്ടികളോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണത് ഇടക്കാലത്ത് ഉണ്ടായിരുന്നൊരു ജനറേഷനിൽ നിന്നും കുറച്ചുകൂടി വ്യത്യാസമായിട്ട് ക്ലാസിക്കൽ പഠിക്കണം എന്ന് ചിന്ത വന്നിട്ടുള്ള കുട്ടികളുണ്ട്. ഇടക്കാലത്ത് കുറച്ചൊരു സിനിമാറ്റിക് ഡാൻസിനോടും അങ്ങനത്തെ ഒരു അതായിരുന്നു കുറച്ചുകൂടി താല്പര്യം ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലാസിക്കൽ ബേസ്ഡ് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്പൂൺ ഫീഡിങ് പോലെ ക്യാപ്സ്യൂൾ പരുവത്തിൽ നമ്മൾ പഠിച്ചെടുക്കുന്നതിന് പകരം എന്താണത് എന്ന് അറിയുക. ഇപ്പം ഞങ്ങളൊരു അപ്പീൽ കമ്മിറ്റിയിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രൈസ് കിട്ടിയ കുട്ടിയാണ്, A ഗ്രേഡ് കിട്ടി, പക്ഷെ ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറയാൻ വന്നൊരു കുട്ടിയാണ്. ആ കുട്ടി വർണ്ണമാണ് കളിച്ചത്, വർണ്ണമാണ് കളിക്കുന്ന കോമ്പറ്റീഷൻസിന്. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു അതിൻ്റെ താളം എന്താ, രാഗം എന്താന്ന് ചോദിച്ചു. അതുപോലും അറിയാതെയാണ് കോമ്പറ്റീഷന് വരണേ. അതായത് കോമ്പറ്റീഷന് പ്രൈസ് ഇല്ല എന്ന് കംപ്ലൈൻറ്റ് പറയാൻ വന്നതാണ്. എന്നുവെച്ചാൽ A ഗ്രേഡ് ഉണ്ട്, പക്ഷെ ഫസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഒറ്റ ക്വസ്റ്റിനെ ചോദിച്ചുള്ളൂ, വർണ്ണത്തിൻ്റെ
താളം എന്താ, രാഗം എന്താ. അപ്പം അതുപോലും പഠിപ്പിച്ചു കൊടുക്കാത്ത ടീച്ചേഴ്സും ഉണ്ട്. അഥവാ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടികളത് അറിയാണ്ടിരിക്കണമാണോ അറിയില്ല. അപ്പം അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഈ പഠിക്കണ സംഭവം, പഠിക്കണ ഐറ്റത്തിൻ്റെ എല്ലാത്തിനും രാഗം ഉണ്ടാവും, താളം ഉണ്ടാവും. എന്താണ് താളം, എന്താണ് രാഗം, അതെങ്കിലും ഒന്നറിയുക. ആ ഐറ്റത്തിൻ്റെ എന്താണ് അതിൻ്റെ സ്റ്റോറി, എല്ലാം ഒരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ രാമൻ്റെ കഥയായിരിക്കും, കൃഷ്ണൻ്റെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അപ്പോൾ ആ കഥ എന്താണെന്നറിയാം. അപ്പോൾ നമ്മളുടെ ഒരു ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണ എന്താ വെച്ചാൽ നമ്മുടെ കുറേ സംസ്കാരവും നമ്മുടെ കുറേ സ്റ്റോറീസും നമുക്ക് ഇതിൽ കൂടെ പകർന്നു കൊടുക്കാൻ പറ്റും. വെറുതെ ഒരു മുദ്ര കാണിച്ചിട്ട് എന്താണ് ഗുരു മുദ്ര കാണിക്കണേ, ആ മുദ്ര ഗുരുവിൻ്റെ മുഖത്ത് നോക്കി ആ അഭിനയം കോപ്പി അടിക്കാണ്ട് എന്താണ് ആ കഥ, അല്ലെങ്കിൽ ആ കഥ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ആ കഥ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഗുരുവിനും ആ കഥ അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവും, ഗുരു അത് പഠിപ്പിച്ചു കൊടുക്കും. ഈ പുതിയ ജനറേഷനോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം ആ പഠിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് കറക്റ്റ്. ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ച കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ അറിയണം. അപ്പം ഇതാണ് പുതിയൊരു ജനറേഷനോട് എനിക്ക് ആകെ എൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. പിന്നെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിക്കരുത് ഐറ്റംസ് ഒന്നും. പിന്നെ ഇതൊരു ബിസിനസ് ആക്കരുത്. പൈസ വേണം, പൈസ വേണ്ട എന്നല്ല, പക്ഷേ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോരുത്തർ എന്തൊക്കെ തലകുത്തി മറയണമെന്നുള്ളത് നമുക്കിവിടെ പരിചയമാണ്. കാരണം ഒരു വർണ്ണം, അത് ഞാനിപ്പോൾ കേട്ടത് പഴയ വർണ്ണമാണെങ്കിൽ ഇത്ര രൂപ, പുതിയ വർണ്ണമാണെങ്കിൽ ഇത്ര രൂപ. ബിസിനസ്സാണ് വർണ്ണം. വർണ്ണം പഠിപ്പിക്കുക, കോമ്പറ്റീഷന് പഠിപ്പിക്കുക, അത് റെക്കോർഡ് ചെയ്യിക്കുക. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എല്ലാ ടീച്ചേഴ്സും, എല്ലാതുമല്ല പല ടീച്ചേഴ്സും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശരിക്കും കുറേ കുട്ടികളെ ഇത് നമ്മളുടെ ഒരു മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം ഒക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട്, അതായത് അടുത്തൊരു ജനറേഷനും ഇതുപോലെ എൻ്റെ പോലെ ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ, അതായത് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യാതെ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഒരാഗ്രഹം. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റണ, ഇപ്പം ഞാൻ കൂടുതലും ഭക്തിയാണ് കൊടുക്കുന്നത്. ആ അവിടെ ഉള്ള ആൾക്കാരെ ഞാൻ കുറച്ച് ഭക്തിയിലേക്ക് കൊണ്ടുവരും. അത് പക്ഷെ അമ്പലങ്ങളും ആ റിലേറ്റഡ് ആൾക്കാരെ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതുപോലെ ഇപ്പോൾ കുറച്ച് കോമൺ കാര്യങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതെടുക്കണം എന്നുണ്ട്. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഞാനത് ചെയ്ത് കാണിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം.